ദൈവനാമത്തിനേവർക്കും സ്നേഹവന്ദനം. വീണ്ടെടുപ്പ് എന്ന പഠന വിഷയത്തിലേക്ക് സ്വാഗതം. ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതി. ഈ പഠന പദ്ധതിയിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്നത് പിശാചിൻ്റെ അഥവാ പാമ്പിൻ്റെ തല തകർത്ത സംഭവത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ തന്നെ മനുഷ്യൻ്റെ പതന സമയത്ത് തന്നെ ദൈവം നൽകി തന്ന വാഗ്ദാനമാണ് സ്ത്രീയുടെ സന്തതിയായി കടന്നു വരുന്നവൻ ശത്രുവായ പിശാചിൻ്റെ അഥവാ പാമ്പിൻ്റെ തല തകർക്കും. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചപ്പോൾ നാം കണ്ടു, ക്രിസ്തുവും പിശാചും തമ്മിലുള്ള പോരാട്ടം ആത്മീക തലത്തിലുള്ളതാണ്. നാമും ശത്രുവുമായുള്ള പോരാട്ടവും അങ്ങനെ തന്നെയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ. നമുക്ക് പോരാട്ടമുള്ളത് ദുഷ്ടാത്മസേനകളോടും സ്വർഗീയ ശക്തി സൈന്യങ്ങളോടാണ്, അന്ധകാര ശക്തികളോടാണ്. അപ്രകാരമൊരു യുദ്ധമാണ് ക്രിസ്തുവും പിശാചും തമ്മിൽ നടന്നത്. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ കയ്യിൽ വാളില്ല, തോക്കില്ല, കത്തിയില്ല, കടാരയില്ല, ഒന്നുമില്ല. പക്ഷേ ക്രിസ്തു ഒരു പോർക്കളത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, ലൂക്കോസ് 4 നമുക്കത് കാണാം. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ പോർക്കളത്തിൽ പോരാട്ടത്തിൽ ക്രിസ്തു ഒരു കാര്യം തെളിയിച്ചു: താൻ പിശാചിനേക്കാളും ശക്തനാണ്. സാത്താൻ്റെ ഒരു ശ്രമവും ജയിച്ചില്ല. സാത്താൻ പല വഴികൾ, പല തന്ത്രങ്ങൾ, പല കെണികൾ ക്രിസ്തുവിന് ചുറ്റുമൊരുക്കി. ഇന്നും നമുക്ക് ചുറ്റുമൊരുക്കുന്നത് പോലെ അതിലൊന്നിലും ക്രിസ്തു വീണില്ല. ക്രിസ്തുവിനെ വീഴ്ത്താൻ സാത്താന് സാധിച്ചില്ല. കാരണം ക്രിസ്തു ബലവാനായിരുന്നു. പിശാചിനെ പിടിച്ചു കെട്ടുവാൻ, അവൻ്റെ ആധിപത്യത്തെ തകർക്കാൻ കഴിവുള്ളവനാണെന്ന് ക്രിസ്തു തെളിയിച്ചു. തൻ്റെ ഓരോ അത്ഭുതങ്ങളും തെളിയിക്കുന്ന മരണത്തിന്മേൽ, പാപത്തിന്മേൽ, രോഗത്തിന്മേൽ, സമയത്തിന്മേൽ, ദുരിതങ്ങളുടെ മേൽ, വിശപ്പിൻ്റെ മേൽ, എല്ലാത്തിന്മേൽ, പ്രകൃതിയുടെ മേൽ, എല്ലാ മേഖലകളിലും കർത്താവ് തൻ്റെ അത്ഭുത പ്രവൃത്തികളോട് തെളിയിച്ചു തൻ്റെ ആധിപത്യം. കാരണം പിശാചിൻ്റെ മേൽ തനിക്ക് ആധിപത്യം, വിജയം നേടാൻ സാധിച്ചതിൻ്റെ കാരണം താൻ ദൈവമായതുകൊണ്ട് മാത്രമല്ല, താൻ പൂർണ്ണമായും പാപമില്ലാത്തവനായി ജീവിച്ചു. പാപരഹിതനായി, നിഷ്കളങ്കനായി, പാപമില്ലാത്തവനായി ജീവിച്ചതുകൊണ്ടാണ് സാത്താനെ ജയിക്കാൻ സാധിച്ചത്. മനുഷ്യനായിട്ടാണ് വന്നത്. താൻ അല്പം അശ്രദ്ധ കാണിച്ചെങ്കിൽ പാപത്തിൽ വീഴും. പക്ഷെ വീണില്ല. താൻ ഏകാഗ്രതയോടെ, പ്രാർത്ഥനയോടെ, ദൈവത്തിന്റെ ധ്യാനത്തിൽ ഉറ്റിരുന്നു. നമ്മൾക്കും സാധിക്കുന്ന മാതൃകയാണ് തന്നിട്ട് പോയത്. പിശാചിന്റെ മുമ്പിൽ പോയി തലവെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യവും മനുഷ്യനില്ല. സാത്താനെ എതിർത്ത് തോൽപ്പിക്കാൻ മനുഷ്യർക്ക് കഴിയും. പക്ഷെ ക്രിസ്തുവിൻ്റെ ഈ ശക്തി നമ്മൾ അനുഭവിക്കണം. ക്രിസ്തു തെളിയിച്ചു, പൂർണ്ണമായി പാപമില്ലാത്തവനെ ജീവിച്ചുകൊണ്ട് തൻ്റെ ക്രൂസിൽ സാത്താനെ പൂർണ്ണമായി കീഴടക്കി അവൻ്റെ തലമേൽ ചവിട്ടി വിജയോത്സവം കൊണ്ടാടി. തുടർന്ന് കല്ലറയിൽ നിന്ന് വിജയശ്രീലാളിതനായി പുറത്തു വന്നു. ഇപ്പം പിശാചിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ക്രിസ്തു നേടിയ വിജയത്തിൻ്റെ പ്രായോഗിക അനുഭവം, പ്രായോഗിക നേട്ടം എല്ലാ വിശ്വസ്തരായ ദൈവമക്കൾക്കും വേണ്ടിയാണ്. തനിക്ക് വേണ്ടിയല്ല ഇത്. ക്രിസ്തു നേടിയ വിജയം തനിക്ക് അനുഭവിക്കാനല്ല, നമുക്ക് വേണ്ടിയാണ്. നമുക്ക് കഴിയാതെ നമ്മൾ തോറ്റുകിടക്കുന്നിടത്താണ് ക്രിസ്തു ഒന്ന് ജയിച്ചു കാണിച്ചത്, ജയിക്കുള്ള വഴി പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ക്രിസ്തു നമുക്ക് വഴിയാകുന്നത്. ഇപ്പം ക്രിസ്തുവിൻ്റെ നിഷ്കളങ്ക ജീവിതം അത് ക്രൂസിലെ മഹാവിജയത്തിലേക്കാണ് അവസാനിച്ചത്. വിജയകരമായ ജീവിതമാണ്. കാരണം പാപത്തിൻ്റെ വിഷമുള്ള മരണം, ഈ മരണത്തിൻ്റെ വിഷമുള്ള പാപം. ക്രിസ്തുവിൽ പാപമില്ലാത്തതുകൊണ്ട് മരണത്തിൻ്റെ മേൽ വിജയം നേടി. ക്രിസ്തുവിൽ പാപമുണ്ടെങ്കിൽ ക്രിസ്തു നമ്മെപ്പോലെ തന്നെ മരിക്കും. പക്ഷെ ക്രിസ്തു മരിക്കില്ല. ക്രിസ്തു മരണത്തിലൂടെ കടന്നുപോയി മറുവശത്ത് വന്നു. പോകുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞ്, ഞാൻ മറുവശത്ത് വരും. എന്നാൽ സാത്താന് തന്നെ തൊടാൻ കഴിയില്ല. സാത്താൻ അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ക്രിസ്തു പാപമില്ലാത്തവനാണ്. മരണത്തിന് ആ വിഷമുള്ള യേശുവിലേക്ക് ചെലുത്താൻ സാധിച്ചില്ല. ആ മുള്ള് കയറിയെങ്കിൽ വിഷം കയറും. വിഷം കയറിയാൽ പിന്നെ മരിക്കും, പാമ്പിൻ്റെ കടിയേറ്റതുപോലെ. അവിടെയാണ് കർത്താവ് വിജയിച്ച് കാണിച്ചത്. മരണപാശങ്ങളെ അഴിച്ചു, കെട്ടുകൾ അഴിച്ചു. അപ്പൊ ഈ ക്രൂസിൽ വെച്ച് ക്രിസ്തു പിശാചിൻ്റെ, ശത്രുവിൻ്റെ, പാമ്പല്ല, പാമ്പെന്ന ജന്തുവല്ല വിഷയം, പിശാചാണ്. ആ പിശാചിൻ്റെ തല, അധികാരത്തെ, ആധിപത്യത്തെ തകർത്തു. സാത്താൻ്റെ തല തകർത്തുകൊണ്ട് ക്രിസ്തു മരണത്തിൻ്റെ മേൽ ജയം നേടി.
താൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുകൊണ്ട് മരണം തോറ്റു. അപ്പോൾ ഒരു ആലങ്കാരികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രക്രിയയിൽ തൻ്റെ കുതികാൽ മുറിവേറ്റു. കാരണം മനുഷ്യാവതാരത്തിൽ കടന്നു വരുമ്പോൾ താൻ നേരിട്ട പീഡനങ്ങളും മുറിവുകളും ചാട്ടവാറടികളും മുൾക്കിരീടം തുടങ്ങി ഇവയെല്ലാം മനുഷ്യ ശരീരത്തിൽ ഏറ്റ മുറിവുകളാണ് കാണിക്കുന്നത്. അതാണ് തൻ്റെ കുതികാൽ മുറിവേറ്റു. മനുഷ്യാവതാരം, കാരണം കാലാണ് ഭൂമി ചവിട്ടി നടക്കുന്ന ഭാഗം. ആ മനുഷ്യാവതാരത്തിൽ താൻ വേദന അനുഭവിച്ച് മുറിവേറ്റുകൊണ്ട് ആ മുറിവിലൂടെയാണ് താൻ ആ രക്തം വാർന്നൊഴുകി. ഇപ്പം പാമ്പിൻ്റെ തലയെ ചവിട്ടുമ്പോൾ നമ്മുടെ കാലൊന്ന് മുറിയുന്നത് പോലെ കർത്താവ് ആ പ്രക്രിയയിൽ വിജയശ്രീലാളിനെ. തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു വലിയ പ്രഖ്യാപനമുണ്ടാകും തൻ്റെ പുനരുത്ഥാനത്തിൽ. യേശുക്രിസ്തുവിൻ്റെ ദൈവീകത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം തൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ മലയാളത്തിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾക്ക് ഈ കൃപയും അപ്പോസ്തലത്വം പ്രാപിച്ചെന്ന് പൗലോസ് പറയും. വിശുദ്ധിയുടെ ആത്മാവ് 2 വശം കാണിക്കും. ജഡം സംബന്ധിച്ച് രാജകീയ കുടുംബം, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു വന്നു. മറുവശത്ത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. അതെങ്ങനെയാ തെളിയിച്ചത്? ക്രൂശിൽ തൻ്റെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിലൂടെ. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ താൻ ആരെന്ന് കാണിച്ചു. ഒരു യവന ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് താൻ വാസ്തവത്തിൽ ആരാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ഉയർത്തെഴുന്നേൽപ്പിലാണ്. അതുവരെ അത് മറച്ചു വെച്ചിരുന്നു. മറുരൂപ മലയിൽ മാത്രം ചെറിയ സൂചന കൊടുത്തുവെങ്കിലും താൻ വാസ്തവത്തിൽ ആരാണ്? താൻ ദൈവമാണ് എന്ന വലിയ സത്യത്തിൻ്റെ പ്രഖ്യാപനമാണ് മരണത്തെ കാൽച്ചുവട്ടിൽ തോൽപ്പിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതോടുകൂടി ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തത്. താൻ ഉയർത്തെഴുന്നേറ്റു. താൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുന്ന പറഞ്ഞതിൻ്റെ പിന്നുള്ള സത്യം അതാണ്. ഇപ്പം ഉയർത്തെഴുന്നേൽപ്പിൽ താൻ പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തി. പാപം തോറ്റു, മരണം തോറ്റു. അങ്ങനെ സാത്താൻ്റെ ശക്തി മനുഷ്യകുലത്തിന് മേൽ പാപത്താൽ നിബന്ധിച്ച് കിടക്കുന്ന, ജീവപര്യന്തം മരണഭീതിയിലെ അടിമകളായി കിടക്കുന്ന, ശാപം പേറി ജീവിക്കുന്ന പാപികളായ മനുഷ്യന്റെ മേൽ സാത്താൻ നടത്തിയിരുന്ന ആധിപത്യം അവസാനിപ്പിച്ചു. 3-ാമതായിട്ട് നാം കാണുന്നത് ക്രിസ്തുവും ദൈവമക്കളും. ഈ വിധത്തിലാണ് കർത്താവ് യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചത്. യോഹന്നാൻ ലേഖനം നമ്മൾ വായിച്ചു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ അവൻ പ്രത്യക്ഷനായി. ഈ വിധത്തിലാണ് ക്രിസ്തു പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചത്. അപ്പം ഇപ്പോൾ ഇതാ പിശാചിന് ക്രിസ്തുവിൻ്റെ മേൽ അധികാരമില്ല, ക്രിസ്തുവിൽ ഉള്ളവരുടെ മേലും അധികാരമില്ല. ക്രിസ്തുവിൽ ഉള്ളവരുടെ മേൽ സാത്താൻ അധികാരം, ആധിപത്യം നടത്താൻ പറ്റില്ല. കാരണം അവർ ക്രിസ്തുവിൽ സുരക്ഷിതരാണ്, ക്രിസ്തുവിൽ ഭദ്രമാണ്. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല. ഞാൻ ഉറച്ചിരിക്കും. ഒന്നിനും ദൈവവും കർത്താവ് യേശുക്രിസ്തുവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒന്നിനും കഴിയുകയില്ല. ഭൂമിയിലും നരകത്തിലുമുള്ള ഒരു ശക്തികൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാലും ദൈവമക്കൾ വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് ക്രിസ്തുവിൻ്റെ കരം പിടിച്ചിട്ടുള്ള ഒരു ദൈവവൈതന്യം ക്രിസ്തുവിന് വേർതിരിക്കാൻ കഴിയില്ല. പക്ഷെ മറക്കരുത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു ദൈവബദൽ ക്രിസ്തുവിൽ ജീവിക്കണം. അപ്പോഴാണ് ഈ ജീവിതം അനുഭവിക്കാൻ കഴിയുന്നത്. പാപമില്ലാത്ത ജീവിതമല്ല നമുക്ക് ഭൂമിയിലുള്ളത്, അത് സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമാണ്. പക്ഷെ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ശ്രമിക്കുമ്പോഴും ക്രിസ്തുവിലുള്ളവർ ക്രിസ്തുവിനോട് മാപ്പ് പറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ക്രിസ്തു രക്തത്താൽ കഴുകൽ പ്രാപിച്ച് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അങ്ങനെ ജീവിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് 1 യോഹന്നാൻ 5:18 പറയുന്ന പോലെ ഇവിടെ എന്ത് സംഭവിക്കും? ദുഷ്ടന് നമ്മെ തൊടാൻ കഴിയില്ല. 1 യോഹന്നാൻ 5:18 വാക്യം, ദൈവത്തിൽ ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അതായത് പാപം സ്വഭാവമായി ചെയ്യുന്നില്ല. നിരന്തരം ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് ഒരു കുറ്റബോധമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദൈവഭജന് സാധിക്കില്ല. ആരും പാപം ചെയ്തില്ലെന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അതാണ് ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ പിടിച്ച് വിശ്വസ്തയോടെ ക്രിസ്തുവിനോടൊപ്പം വെളിച്ചത് നടക്കുകയാണെങ്കിൽ സാത്താന് തൊടാൻ പറ്റില്ല.
ഒരു ക്രിസ്ത്യാനിയെ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിയെ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റില്ല. സ്തെഫാനോസിനെ ആരും എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. ശൗലിന്റെ പ്രസംഗത്തോട് ആർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞവർ. തോൽപ്പിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനിയെ. അവൻ ക്രിസ്തുവിൽ ഭദ്രമാണ്. ക്രിസ്തുവിന്റെ നാമം തന്നെ പിശാചിന് പേടിയാണ്. ക്രിസ്തുവിൽ ഭദ്രമാണ് ഒരു ദൈവപൈതൽ. മറക്കരുത്, വിശ്വസ്തനായി നിൽക്കുന്നിടത്തോളം കാലം. ചിലപ്പോൾ നമ്മുടെ വേരി പൊളിയും, ശ്രദ്ധയില്ലാതെ ജീവിച്ച പാപത്തിലേക്ക് ചാഴ്ന്നിറങ്ങിയാൽ. അപ്പോൾ സാത്താൻ നമ്മളെ വിഴുങ്ങും. ഇപ്പൊ വിശ്വസ്തനായി ക്രിസ്തുവിൽ ജീവിക്കുന്നിടത്തോളം നമ്മൾ സുരക്ഷിതരാണ്. ക്രിസ്തുവിന്റെ രക്തം നമ്മളെ സംരക്ഷിക്കും. റോമലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അസാധാരണമായൊരു വാഗ്ദാനമുണ്ട്. റോമർ 16:20. അവിടെ ഇപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്: സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വിശ്വാസികളോടാണ് ഈ വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. നമ്മൾ കർത്താവിൽ വിശ്വസ്തരായി നിൽക്കുകയാണെങ്കിൽ സമാധാനത്തിന്റെ ദൈവമോ നമ്മുടെ കാൽ കീഴിൽ സാത്താനെ ചതച്ചു കളയും. സാത്താന്റെ തന്ത്രങ്ങൾ ദൈവമക്കളുടെ മേൽ നടക്കില്ല, വിജയിക്കില്ല എന്നർത്ഥം. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ വിഷയത്തിന്റെ ഉപസംഹാരത്തിലേക്ക് വന്നാൽ, യേശുക്രിസ്തു ദൈവപുത്രൻ, സ്ത്രീയുടെ സന്തതി, പിശാചിനുമായുള്ള പോരാട്ടത്തിൽ സാത്താനെ തോൽപ്പിച്ചു. സാത്താന്റെ മേൽ വിജയം നേടി. അവന്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചു വാങ്ങി. അതായത് തോൽപ്പിച്ചുകൊണ്ട് പിടിച്ചു വാങ്ങി. മരണത്തിന്റെ മേലും പാപത്തിന്റെ മേലും പാതാളത്തിന്മേലുമുള്ള സാത്താന്റെ ആധിപത്യത്തെ, നിയന്ത്രണത്തെ ക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്താൽ, തൻ്റെ നിഷ്കളങ്ക പാപരഹിത ജീവിതത്താൽ, തൻ്റെ രക്തത്താൽ അവനെ തോൽപ്പിച്ചു. അധികാരം തൻ്റെ കയ്യിൽ. സ്വർഗത്തിന് ഭൂമിയിലുള്ള സകല അധികാരങ്ങളും. മത്തായി 28. അതുകൊണ്ടാണ് റോമർ 8:1 പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മൾ ന്യായവിധി നേരിടേണ്ടി വരും, നമ്മുടെ ജീവിതം പരിശോധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം. പക്ഷെ ശിക്ഷാവിധിയില്ല ക്രിസ്തു യേശുവിലുള്ളവർക്ക്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നുള്ള പേടിയില്ല. നാം ജീവന്റെ വൃക്ഷത്തിലേക്ക്, നിത്യത എന്ന പ്രത്യാശയിലേക്കുള്ള യാത്രയിലാണ്. തീർച്ചയായും നാം സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാൻ കഴിയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്നൊരവസ്ഥയാണ്. വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ സ്വർഗത്തിൽ ചെന്ന യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത് ഇതാണ്: പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര വെട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഭൂമിയിൽ വാഴുന്നു. ഇപ്പോഴാണ് ആ വാഴ്ചയുടെ കാലം. പിന്നീടല്ല 1000 ആണ്ട്. ഇപ്പോഴാണ് ആ കർത്താവ് യേശുവിൽ ജീവിക്കുന്ന ഈ മക്കൾ വാഴുകയാണ് ക്രിസ്തുവിനോട് കൂടെ, രാജാക്കന്മാരും പുരോഹിതന്മാരുമായി. നാം ക്രിസ്തുവിൽ വാഴുകയാണ്. ഇത് വചനത്തിലെ സത്യമാണ്. അംഗീകരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അഹങ്കരിക്കുകയല്ല, വിനയത്തോടെ അംഗീകരിക്കുക. ക്രിസ്തുവിനോട് കൂടെയാണ്. ക്രിസ്തുവില്ലാതെ വാഴ്ചയില്ല. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ പറയാൻ കഴിയുന്നു. ഈ ഒരു വിഷയം അവസാനിപ്പിച്ച് അടുത്ത വിഷയം നമ്മൾ പ്രവേശിക്കുകയാണ്. വീണ്ടെടുപ്പിന്റെ വലിയ വാഗ്ദാനം. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് ഒരു വാഗ്ദാനമാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിന്റെ പഠനമാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം നിവൃത്തിയാകുന്ന ക്രിസ്തുവിലും സഭയിലുമാണ്. ഇതാണ് വീണ്ടെടുപ്പിന്റെ രഹസ്യം. ആദ്യമായി അബ്രഹാമിന്റെ ദൈവം നൽകിയ വാഗ്ദാനത്തിൽ 2 ഭാഗങ്ങളുണ്ട്. 2 ഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കാൻ പോകുന്നത്. ക്രിസ്ത്യാനിത്വം പെട്ടെന്ന് സംഭവിച്ചതല്ല, ജസ്റ്റ് ഹാപ്പൻ അല്ല. ഇത് നിത്യ പദ്ധതിയാണ്. ക്രിസ്തീയ മാർഗം, ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനിത്വം നിത്യനായ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. ആ പദ്ധതി ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ആ പദ്ധതി നടപ്പിലാക്കിയ വിവരമാണ് 39 പുസ്തകങ്ങളടങ്ങുന്ന നമ്മുടെ പഴയ നിയമം. ദൈവത്തിൻ്റെ നിത്യപദ്ധതി ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലൂടെ നടപ്പിലാക്കിയ വിവരമാണ് പഴയ നിയമ ചരിത്രം. അതിൻ്റെ സ്വാധീനവും വ്യാപ്തിയും പ്രത്യാഘാതങ്ങളും ചരിത്രപരമായ മറ്റ് പല വിഷയങ്ങളുമായിട്ട്, പരമ്പരാഗതമായിട്ട് ചിന്തിക്കപ്പെടുന്ന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. യഹൂദന്മാർ പലസ്തീനിലേക്ക് മടങ്ങി വരുന്നത്, കർത്താവ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഉദ്ദേശവും വിജയവും, സഭയ്ക്ക് ദൈവ പദ്ധതിയിലുള്ള പങ്കിതെല്ലാം ആ വിഷയത്തിനകത്ത് പെടും.
അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് പഴയ നിയമ പുസ്തകങ്ങൾ വെറും ഒരു ചരിത്രം പറയുകയല്ല ദൈവം. പഴയ നിയമത്തിൽ പറയുന്ന വിഷയങ്ങൾ വെറും ഒരു ചരിത്രം അവതരിപ്പിക്കുകയല്ല. അവിടെ മനുഷ്യവർഗത്തെ ദൈവം വീണ്ടെടുത്തത് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുന്ന ചിത്രമാണ്. മനുഷ്യവർഗത്തെ ദൈവം തന്നിലേക്ക് തിരിച്ച് പുനഃസ്ഥാപിക്കാൻ, വീണ്ടെടുക്കാൻ നടത്തിയ തൻ്റെ പ്രവർത്തനത്തിൻ്റെ വെളിപാടാണ് ഈ പഴയ പുസ്തകം. വേറെ ഒരു ഇസ്രായേലിൻ്റെ ചരിത്രം, ഒരു രാജ്യത്തിൻ്റെ ചരിത്രം പഠിച്ച് നമുക്കെന്താ ഗുണം? രാജ്യത്തിൻ്റെ ചരിത്രമല്ല അത്. പഴയ പുസ്തകങ്ങൾ പറയുന്ന ദൈവം മനുഷ്യനെ വീണ്ടെടുത്ത ചരിത്രമാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ വഴികളാണ്. പ്രളയത്തിന് ശേഷം, നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം ലോകം വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് കൂപ്പുകുത്തി. ആ സന്ദർഭത്തിലാണ് ഒരിക്കൽ ഭൂമി മുഴുവൻ തകർത്ത് കളഞ്ഞു. ദുഷ്ടതയും ഹൃദയവിചാരങ്ങളും ചിന്തകളും മനോഭാവങ്ങളും എല്ലാം ദുഷ്ടതയും തിന്മകളുമായപ്പോഴാണ് ദൈവം പ്രളയം വരുത്തി ഭൂമിയെ തുടച്ചത്, ഒരു കുടുംബം ഒഴികെ. പക്ഷെ വീണ്ടും അത് ആവർത്തിച്ചു. അവിടെയാണ് ദൈവം അബ്രഹാം എന്നൊരു മനുഷ്യനെ തിരഞ്ഞെടുത്തത്. അബ്രഹാം വിഗ്രഹാരാധനയുടെ കുടുംബത്തിലായിരുന്നു. തൻ്റെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരുമെല്ലാം വിഗ്രഹാരാധനയിൽ മുഴുകി ജീവിച്ചവരാണ്, തേരഹും മറ്റും. അവിടെ നടുവിൽ നിന്നാണ് ദൈവം അബ്രഹാമിൽ വ്യത്യസ്തത കണ്ടു. അബ്രഹാമിനെ തൻ്റെ ദാസനായി തിരഞ്ഞെടുത്തു. കാരണം അബ്രഹാമിലൂടെ വേണം ഇനി ഭൂമിയെ രക്ഷിക്കാനുള്ള സന്തതിയെ കൊണ്ടുവരാൻ. അബ്രഹാമിലെ ഗുണമുള്ളതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ അവിടെ മുതൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആ രക്ഷാപദ്ധതിയുടെ തുടക്കമാണ്. ഈ വിളിച്ച അബ്രഹാമിനോട് ദൈവം മനോഹരമായ ഉന്നതമായൊരു വാഗ്ദാനം കൊടുക്കും. അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദാനം, ആ വാഗ്ദാനമാണ് വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. അപ്പോൾ ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ശരിക്കും വീണ്ടെടുപ്പിലെ ചിത്രം പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പഴയ വിവരങ്ങളെന്ന് പറയുന്നത് അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മാത്രം വെറുതെ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല പഴയ നിയമം. വാസ്തവത്തിൽ ദൈവം അബ്രഹാമിനെ കൽദയ പട്ടണമായ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് വിളിച്ചു. ഈ ചിത്രം തുടങ്ങുന്ന ഉൽപ്പത്തി 12-ലാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ വിഷയം ആരംഭിക്കുന്നത്. അതുവരെയുള്ള 11 അധ്യായങ്ങൾ അതിനുവേണ്ടി സ്ഥലം ഒരു പ്രിലിമിനറിയാണ്, പ്രാരംഭം മാത്രമാണ്, ആമുഖം മാത്രമാണ്. ആദ്യം മനുഷ്യനെങ്ങനെ, ഭൂമി എങ്ങനെ സൃഷ്ടിച്ചു 6 ദിവസം കൊണ്ട്, പാപം എങ്ങനെ ഉണ്ടായി, ദൈവം മനുഷ്യരെ എന്നുള്ള കൽപ്പനയുടെ ലംഘനം, പാപത്തിൻ്റെ ആവിർഭാവം, അവിടെ ദൈവം മശിക വാഗ്ദാനം, അങ്ങനെ തുടർന്ന് പ്രളയം, തുടർന്നുള്ള തലമുറകളുടെ വികാസനം, അങ്ങനെയെല്ലാം 11 വരെയുള്ള അധ്യായങ്ങൾ. 12-ാം അധ്യായത്തിലാണ് വാസ്തവത്തിൽ വീണ്ടെടുപ്പ് പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചത് മുതൽ ശരിക്കുള്ള മശിഹ പ്രവചനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരംഭിക്കുന്ന അവിടെ മുതലാണ്. അപ്പം അത് ഉള്ള പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആദ്യമായി നമ്മൾ അബ്രഹാം ദൈവം കൊടുത്ത വാഗ്ദാനത്തിലേക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വിളിക്കുന്നത്. ഇത് ദൈവം അബ്രഹാമിനെ അള്ളി ചെയ്തത് എന്തെന്നാൽ ഉൽപ്പത്തി 12 7 വാക്യങ്ങൾ വായിക്കണം, വായിച്ച് കേൾക്കണം, എങ്കിലേ അത് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇത് 2 ഭാഗങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി 12, ഉൽപ്പത്തി 22. ഉൽപ്പത്തി 12-ലെ അബ്രഹാമിനെ അള്ളി ചെയ്തെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ, ഈ വാക്യം ശ്രദ്ധിക്കുക, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാമായിട്ടില്ല, അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും എലോമോ വരെയും ദേശത്തൂടെ സഞ്ചരിച്ചു. അന്ന് കനാനിയർ ദേശത്ത് പാർത്തിരുന്നു. 7-ാം വാക്യം ശ്രദ്ധിക്കുക. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. ആദ്യം പറഞ്ഞു നിന്റെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്ന് ഞാൻ നിന്റെ സന്തതിക്ക് ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു.
അബ്രഹാമിൻ്റെ യാത്രയിലുടനീളം നമുക്ക് യാഗപീഠം പണിത് ആരാധിച്ച് കടന്നു പോകുന്ന അബ്രഹാമിനെ കാണാം. ഉൽപ്പത്തി 22 വരാം. ഉൽപ്പത്തി 22 ദൈവം അബ്രഹാമിന് വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അബ്രഹാം തയ്യാറാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മോറിയ മലയിൽ വെച്ച് അബ്രഹാം യാഗപീഠം ഉണ്ടാക്കി മകൻ്റെ മേൽ കത്തി നീട്ടുമ്പോൾ ദൈവം തടയുകയും അവിടെ വെച്ച് ദൈവം പറഞ്ഞ വാക്കുകളാണ് ഉൽപ്പത്തി 22:15-18 വരെ. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനെ വിളിച്ചരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനെ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ശ്രദ്ധിക്കുക, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ 2 വാഗ്ദാനങ്ങൾ കാണാം, അല്ലെങ്കിൽ ദൈവം നൽകിയ വാഗ്ദാനത്തിൽ 2 വശങ്ങൾ കാണാം. ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വംശം ദേശം, ഒരു വംശം ദേശം എന്ന അനുഗ്രഹമാണ്. ദൈവം നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിൽ വിശ്വസിക്കുന്ന, അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ ആ വാക്യം പ്രത്യേകമായി നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇവിടെ പറഞ്ഞത് 3-ാം വാക്യത്തിൽ, നിന്നെ ശപിക്കുന്നതിനെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലേക്ക് ഈ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നവിടെ പറയും. ഇംഗ്ലീഷിൽ ഫാമിലീസ് എന്ന വാക്കാണ്, ശരിക്കും കുടുംബങ്ങൾ എന്ന വാക്കാണ് വരേണ്ടത്. സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. 7-ാമത്തെ വാക്യത്തിൽ ഈ ദേശം ഞാൻ നിനക്ക് തരും. ഇപ്പോൾ 1-ാമത്തെ വാഗ്ദാനം ജാതി, അല്ലെങ്കിൽ നേഷൻ, ഈ സ്ഥലം നിനക്ക് തരും. 1-ാമത് ഇങ്ങനെ ഈ വാക്ക് ഉപയോഗിക്കാം, നേഷൻ അഥവാ രാഷ്ട്രം. നിന്നിൽ സകല ജാതികളും സകല രാഷ്ട്രവും അനുഗ്രഹിക്കപ്പെടും, ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടും, ഈ ദേശം അനുഗ്രഹിക്കപ്പെടും. 2 ഘടകങ്ങളുണ്ട് ആ വാഗ്ദാനത്തിൽ. ഒന്ന് രാഷ്ട്രം, മറ്റൊന്ന് ദേശം. 2-ാമത്തെ വാഗ്ദാനം ആത്മീക വാഗ്ദാനമാണ്, ആത്മീക സന്തതിയുടെ വാഗ്ദാനമാണ്. ആത്മീയ സന്തതിയുടെ വാഗ്ദാനമായിട്ട് പറഞ്ഞത് നിന്റെ സന്തതി മുഖാന്തരം സകല. ഉൽപ്പത്തി 22:18, ഉൽപ്പത്തി 22:18 മലയാളത്തിൽ കുറച്ച് വ്യത്യാസം നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഉൽപ്പത്തി 22:18 നീ ഈ കാര്യം ചെയ്തുകൊണ്ട് നിന്റെ ഏകജാത മകനെ തരാൻ മടിക്കായതുകൊണ്ട് നിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കര മണൽ പോലെയും വർത്തിക്കുന്നത്, നിന്റെ സന്തതി മുഖാന്തരം ഞാൻ സകലരെ ഭൂമിയിലുള്ള സകല ജാതികളെ അനുഗ്രഹിക്കും, സകല ജാതികളെ. ഇംഗ്ലീഷിൽ ഇവിടെ നേഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 വ്യത്യാസം മനസ്സിലാക്കുക. ഒരേ വാഗ്ദാനമാണ്, 2 ഘടകങ്ങൾ അതിലുണ്ട്. ആദ്യത്തെ അബ്രഹാമിനോട് പറഞ്ഞു നിന്നിൽ സകല വംശങ്ങളും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. 2-ാമത് പറഞ്ഞു നിന്നിൽ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആദ്യം പറഞ്ഞ ശരിക്കും കുടുംബമാണ്. ഇത് സകല ഭൂമിയിലുള്ള സകല 2 വാഗ്ദാനങ്ങൾ ശരിക്കും ഒന്ന് തന്നെയാണ്. 2 അത് മനസ്സിലാക്കിയത്. ഈ വ്യത്യാസങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ട, വാക്കുകളുടെ വ്യത്യാസം കുറിച്ച് ഭാരപ്പെടേണ്ട. 2 വാഗ്ദാനങ്ങൾ ഉദ്ദേശിക്കുന്നത് അബ്രഹാമിൻ്റെ പറയുകയാണ്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിക്ക് ഒരു വലിയ അനുഗ്രഹം വരാൻ പോവുകയാണ്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിക്കൊരു വലിയ നന്മ വരാൻ പോവുകയാണ്, സകല മനുഷ്യർക്കും സകല വംശങ്ങൾക്കും ജാതികൾക്കും അനുഗ്രഹം വരാൻ പോവുകയാണ്. ഇതാണ് വാഗ്ദാനത്തിൻ്റെ അന്തസത്ത. അതിന് രത്നച്ചുരുക്കമായി പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ഇപ്പം 2 ഘടകങ്ങളുള്ള വാഗ്ദാനം. 1-ാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തെക്കുറിച്ചാണ്, ഒരു ദേശത്തെക്കുറിച്ചാണ്. അത് പഴയ നിയമ ചരിത്രമാണ്. നീ അബ്രഹാമിനെ കൊണ്ട് നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ, ഈ ദേശം ഞാൻ നിനക്ക് തരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ നിവൃത്തിയാണ് പഴയ നിയമ ചരിത്രം. 2-ാമത് ആത്മീക സന്തതി. നിന്റെ സന്തതി മുഖാന്തരം, നിന്റെ സന്തതി, അതായത് നിന്റെ വംശാവലിയിലൂടെ വരുന്ന സന്തതി മുഖാന്തരം ഈ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അത് പുതിയ നിയമ ചരിത്രമാണ്, യേശുവിലൂടെ നിവൃത്തിയാകുന്ന പുതിയ നിയമ ചരിത്രമാണ്. ആദ്യത്തേത് രാഷ്ട്രീയവും ഭൗതികവുമാണ്, ഇസ്രായേലിനോട് ബന്ധപ്പെട്ട ദേശം, രാഷ്ട്രത്തോട് ബന്ധപ്പെട്ട ഭൗതികമായതാണ്. 2-ാമത്തേത് ആത്മീകമാണ്. ആദ്യത്തേത് താൽക്കാലികമാണ്, 2-ാമത്തേത് നിത്യമാണ്. എന്താണ് 2-ാമത്തേത്? ആത്മീക സന്തതി. അബ്രഹാമിലൂടെ വരുന്ന ആത്മീക സന്തതിയിലൂടെ ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത് ആത്മീകമാണ്. ആരാണ് അബ്രഹാമിൻ്റെ സന്തതി? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന അബ്രഹാമിൻ്റെ സന്തതി. ആ സന്തതി മുഖാന്തരം ഭൂമിക്ക് വരാൻ പോകുന്ന അനുഗ്രഹം നിത്യമാണ്. ആദ്യത്തെ വാഗ്ദാനം രാഷ്ട്രത്തെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്.
അബ്രഹാമിനുള്ള ഒരു അനുഗ്രഹം, ആ രാജ്യം, ദേശം അനുഗ്രഹിക്കപ്പെടും. അത് ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ സംരക്ഷണമാണ്. ഇസ്രയേൽ എന്ന രാജ്യത്തെക്കുറിച്ചുള്ളതാണ്. അത് താൽക്കാലികമാണ്. അത് ഒരു സമയം കഴിയുമ്പോൾ അത് തകർന്നില്ലാതാകും. പക്ഷെ രണ്ടാമത്തെ വാഗ്ദാനം ആത്മീകമാണ്. അപ്പോൾ ഈ രണ്ട് വാഗ്ദാനങ്ങളുമാണ് രണ്ട് നിയമങ്ങളുടെയും അന്തസത്ത, പഴയ നിയമം, പുതിയ നിയമം. ഈ രണ്ട് നിയമങ്ങളും നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിത്രം നമുക്ക് കിട്ടുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനമാണ് ബൈബിളിൻ്റെ പ്രമേയം. ബൈബിളിൻ്റെ ശരിയായ പ്രമേയം ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനമാണ്. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ബൈബിളിലെ പ്രധാനപ്പെട്ട ചിന്തയാണ്. അതിനകത്ത് മറ്റു പല വിഷയങ്ങളുണ്ട്. മറ്റ് വിഷയങ്ങളൊക്കെ അതിനകത്തുണ്ടെങ്കിലും എല്ലാം മൊത്തത്തിൽ അറിയപ്പെടുന്നത് ദൈവം അബ്രഹാമിന് ചെയ്ത വാഗ്ദാനം എന്ന പേരിലാണ്. അതാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ദൈവം അബ്രഹാമിന് ചെയ്ത വാഗ്ദാനം. ഒരു വാഗ്ദാനം, അതിന് പല വിഷയങ്ങളുണ്ട്, അത് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാഹനത്തെക്കുറിച്ച് പറയുന്ന പോലെ വാഹനത്തിൽ പല ഭാഗങ്ങളുണ്ട്. വാഹനത്തിൻ്റെ ചേസിസ് ഉണ്ട്, അതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ട്, വീലുണ്ട്, മോട്ടറുണ്ട്, സീറ്റുണ്ട്, ബമ്പറുണ്ട്, ലൈറ്റുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് വാഹനം. പക്ഷെ അതിന് ഈ ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഒരു ഭാഗം മാത്രം നമ്മൾ വാഹനമെന്ന കാർ നമ്മൾ പറയില്ല, എല്ലാം കൂടെ ചേരുമ്പോഴാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിൽ പല ഭാഗങ്ങളുണ്ട്, അത് പല വിഷയങ്ങളുണ്ട് അതിന്. പക്ഷെ മൊത്തത്തിൽ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം, അബ്രഹാമിന്റെ വാഗ്ദാനത്തിൽ ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ പഴയ യാഗങ്ങളുണ്ട്, ക്രിസ്തുവിലൂടെയുള്ള പാപമോചനമുണ്ട്, സഭയുണ്ട്, ക്രിസ്തുവിൻ്റെ ക്രൂസിലെ മരണമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ ചേരുന്നതാണ് അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ നിവർത്തി. ഇത് നമ്മൾ വിശദമായിട്ട് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ട് ഇത്രമാത്രം ഓർക്കുക, ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം. അതിൻ്റെ ഒരു ഭാഗം നിവൃത്തിയായി, മറ്റൊരു ഭാഗം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിവൃത്തിയായെന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയമായത് സഭയുടെ സ്ഥാപനത്തിലൂടെ, പാപമോചനമെന്ന അനുഗ്രഹത്തിലൂടെ അതും നിവൃത്തിയാവും. പക്ഷെ അതാണ് രണ്ടാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ ഭാഗം അത് ആത്മീകമാണ്, നിത്യമാണ്. മറ്റേത് താൽക്കാലികമാണ്, ഭൂമിയെ സംബന്ധിച്ചുള്ളതാണ്, ഇസ്രയേലിനെ സംബന്ധിച്ചുള്ളതാണ്. അത് ആദ്യം കൊടുത്ത വാഗ്ദാനം, നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, ഈ ദേശം ഞാൻ നിനക്ക് തരും. അതേപോലെ ദൈവം അവർക്ക് ആ ദേശം കൊടുത്തു. ദൈവം കൊടുത്ത ഒരു വാഗ്ദാനവും നിഷ്ഫലമായില്ല, വെറുതെ പോയില്ല. അതെല്ലാം പറഞ്ഞതുപോലെ അവർക്ക് ദേശം കൊടുത്തു. അവർക്ക് സൂക്ഷിക്കാൻ സാധിച്ചില്ല, അത് കൈവിട്ടുപോയി. പക്ഷെ ദൈവം പറഞ്ഞതുപോലെ ദൈവം അവർക്ക് കൊടുത്തു. ഈ വിഷയം അല്പസങ്കീർണമായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നിയാലും അടുത്ത അവതരണം മുതൽ നമുക്കതിനെ കുറച്ചും കൂടി ലളിതമായി വ്യക്തമായി നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളെ സഹായിക്കട്ടെ. ഇത്രമാത്രം ഓർക്കുക, ക്രിസ്തു അബ്രഹാമിൻ്റെ സന്തതിയാണ്. ക്രിസ്തു എന്ന അബ്രഹാമിൻ്റെ സന്തതി, അതാണ് ആത്മീകമായിട്ടുള്ള വിഷയം. ആ അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തുവിൻ്റെ നിഴൽ മാത്രമായിരുന്നു ഇസ്ഹാക്കും എല്ലാവരും. ആ ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെയാണ് ദേശം മുഴുവൻ ഏറ്റവും വലിയ അനുഗ്രഹം, പാപമോചനം, വീണ്ടെടുപ്പ്. അതിൻ്റെ നിഴലായിരുന്നു അവിടെ മോറിയ മലയിൽ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ ദൈവം കാണിച്ചു കൊടുത്തു. അബ്രഹാം ദൈവം നിന്റെ ഈ സന്തതി മുഖാന്തരം, അതായത് ഇസ്ഹാക്കിനെ കുറിച്ചല്ല, അബ്രഹാമിന്റെ വരാൻ പോകുന്ന ആത്മീക സന്തതിയായ യേശു ക്രിസ്തു മുഖാന്തരം ഭൂമിക്ക് വരാൻ പോകുന്ന വീണ്ടെടുപ്പ്, അനുഗ്രഹം, അതായത് പാപമോചനം. അബ്രഹാമിന്റെ വാഗ്ദാനം എന്ന് പറയുന്നതാണ്. പഴയ പുതിയ പലയിടത്ത് കാണാം. ഏകദേശം 54ഓളം തവണ വാക്കുകളാണ് അബ്രഹാമിന്റെ വാഗ്ദാനം, അബ്രഹാമിനോടുള്ള വാഗ്ദാനം, അബ്രഹാമിനുള്ള വാഗ്ദാനം, വാഗ്ദത്ത സന്തതി. ഇതൊക്കെ പറയുന്ന അർത്ഥം അതാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാന നിവൃത്തിയായ യേശുവിലൂടെ മനുഷ്യകുലത്തിൽ ലഭിച്ചതായ വീണ്ടെടുപ്പ്. കൂടുതലായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.